നമസ്കാരം, മനേഷ് കുമാർ തൃപ്പോണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. ആ വീഡിയോ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാർട്ട് എന്താണ്, ഇതിൻ്റെ അക്യുറസി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ്. അത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് ഓപ്ഷൻസ്, ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ, അതേപോലെ ഫോറക്സ്, ക്രിപ്റ്റോ, MCX കൊമോഡിറ്റി സെഗ്മെൻറ്റിലും വളരെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ചാർട്ടിൽ കാണുന്നത്. അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല, ഇപ്പോൾ ബിഗിനേഴ്സ് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അവരോട് പറയുന്നത് യൂട്യൂബ് നോക്കി നിങ്ങൾ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് ഇത് പഠിക്കാനായിട്ടാണ് പറയുന്നത്. കാരണം ഒരു ഐഡിയ ഇല്ലാത്തവർ ഇത് പഠിച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യം എന്തെങ്കിലും ഒരു നോളജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാലാണ് അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. ബിഗിനേഴ്സിന് ഒരു മാസം കൊണ്ടൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ്ങും പിന്നെ ഈ ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കലുമാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടികൾ. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് സെക്ഷൻ ഉണ്ട് രാവിലെ. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ 1-2 ലൈവ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസേഷനാണ് അവിടെ നടക്കുന്നത്. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ, അതേപോലെ തന്നെ രാവിലെ പ്രോഫിറ്റ്, ഉച്ചയ്ക്ക് ലോസ്, ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ്, മെൻ്റലി ഫിറ്റ് അല്ലാത്ത ആളുകൾ. അപ്പോൾ ഈ ഗ്രൂപ്പ് ട്രേഡിങ്ങിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ജൂലൈ ബാച്ചാണ് റൺ ചെയ്യണത്. 21 പേരാണ് മിനിമം ക്വാണ്ടിറ്റി. 21 പേരൊന്നും ആയിട്ടില്ല, നിലവിൽ 10 പേരേ ഉള്ളൂ. ഇനിയും 10-11 പേർക്ക് ചാൻസ് ഉണ്ട്. ഈ കോളും ടിപ്പും കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ സീറ്റ് ഫില്ലാവാത്തത്. ഞാനിപ്പോൾ എടുക്കാനും വിൽക്കാനും പറയുകയാണെങ്കിൽ 21 അല്ല 210 പേര് വരും. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന ആ ഒരു എഫർട്ടിൽ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റബിളാണ് നമുക്ക് നിലനിൽക്കത്തുള്ളൂ. ഈ കോള് ടിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ എൻ്റെ മാത്രം എഫർട്ടുള്ളൂ, നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് ഈ പറഞ്ഞ അതുപോലെ ഞാൻ ആ ഒരു കാര്യത്തോട് യോജിക്കാത്ത ആളാണ്. വ്യൂ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് എടുക്കൂ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ വിൽക്കൂ എന്നൊരു വാക്ക് മാത്രമാണ് ഞാൻ പറയാതെ ഉള്ളൂ. വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കൂടാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. പഠിക്കാനുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ അതേപോലെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവർ കാണും. ഈ ഓഫീസ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വ്യൂ ആ ലൈവ് റൂമിൽ തന്നെ വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആവറേജിങ് സിസ്റ്റത്തിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഒരു 7 ലോട്ടൊക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വ്യൂ എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ ആവറേജിങ്ങിൻ്റെ റേറ്റും കൂടെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രൈസിൽ എടുക്കുക, ആവറേജ് ചെയ്യണ ആ ഒരു സ്ഥലം പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. അങ്ങനെ കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ പ്രോഫിറ്റിലേക്കോ നമുക്ക് ഇറങ്ങാൻ പറ്റും. ലോസിന് അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പലരും ആവറേജ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആവറേജ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, ആവറേജ് ചെയ്യേണ്ട രീതികളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് മാർക്കറ്റ് ഓപ്പൺ ആയാലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. എങ്കിലും എങ്ങനെ ആവറേജ് ചെയ്യണം, എവിടെ ആവറേജ് ചെയ്യണം എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് 1 ലോട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ലോട്ട്, അത് കഴിഞ്ഞിട്ട് 4 ലോട്ട്, അങ്ങനെയാണ് ആവറേജ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ സിസ്റ്റം ഇന്ന് കാണിക്കാൻ ശ്രമിക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:07 കഴിഞ്ഞു. മാർക്കറ്റ് 167-68 പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കാരണം സ്റ്റിൽ RSI അപ്പ് സൈഡിലേക്ക് തന്നെയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ മാർക്ക് ചെയ്യാം. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻഡെക്സിലാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലും കൂടെ മാർക്ക് ചെയ്ത് നോക്കണമല്ലോ. 24,211 പ്ലസ് 168 പോയിൻ്റ് 24,379 24,400 കൂട്ടാം റൗണ്ട് ചെയ്ത്. ഏകദേശം അത് ലോക്ക് ചെയ്ത് വെക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ അപ്പ് പോയാൽ 24,500 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ 24,400 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 24,500 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നേരെ മറിച്ച് ഇവിടെ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ 24,400 എന്നുള്ള ഭാഗത്ത് കൺസോൾട്ടേഷൻ ശേഷം ഡൗൺ ആയാൽ ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക്, അതായത് നിലവിൽ 3 ദിവസമായിട്ടുണ്ടായിരുന്ന ഹൈയിലേക്ക് മാർക്കറ്റ് തിരിച്ച് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 15 മിനിറ്റ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. 30 മിനിറ്റിൽ RSI ഡൗൺ സൈഡിലാണ്, ഡൗൺ സൈഡിലേക്കാണ് 30 മിനിറ്റിൽ നിൽക്കുന്നത്. 1 അവറിൽ മാർക്കറ്റ് നിലവിൽ ഡൗൺ സൈഡ് കീപ്പ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. 2 മണിക്കൂറിൽ RSI SMA ടച്ച് ചെയ്യാൻ നിലവിലുണ്ട്, എങ്കിലും RSI ക്രോസ് ഓവർ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 4 മണിക്കൂറിൽ RSI താഴത്തേക്ക് പോരാനായിട്ടുള്ള ഒരു ക്രോസ് ഓവറിൻ്റെ വക്കത്താണ് നിൽക്കുന്നത്. ഡെയിലി ക്യാൻഡലിൽ RSI അപ്പർ സൈഡിൽ ഒരു പിൻ ബാർ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മൊത്തത്തിൽ ഒരു അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും മുകളിലോട്ട് കുതിക്കാനുള്ള ചാൻസിലാണ്. വീക്കിലി ക്യാൻഡലിൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഫുൾ സ്വിങ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസൊക്കെ നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ 15 മിനിറ്റ്സിൻ്റെ RSI മേളിൽ പോയിട്ട് തിരിച്ച് ക്രോസ് ഓവർ ആകുമ്പോൾ മാത്രമാണ് മാർക്കറ്റ് താഴത്തേക്കായിട്ടുള്ള ഒരു ഡൗൺ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ മാർക്കറ്റ് ഈ മുകളിൽ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ 100 പോയിൻ്റ്, താഴത്തേക്ക് വന്നാൽ ഗ്യാപ്പ് ഫില്ല് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് പ്രീവിയസ് ഡേയുടെ ഹൈയിലേക്ക് മാർക്കറ്റ് ഫാൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. വേറെ അവിടെ പ്രത്യേകിച്ച് സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ RSI ഡൗൺ സൈഡാണ്. 3 മിനിറ്റിലും 2 മിനിറ്റിലും ഒക്കെ ചെറിയൊരു അപ്പർ സൈഡ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്ര വരെ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഗ്യാപ്പ് അപ്പ് കാണിച്ചെന്നും പറഞ്ഞൊരു സ്ട്രഗിൾ ചെറുതായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വലിയ ഗ്യാപ്പ് അപ്പ് ആയിട്ടും അത്ര വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ല. 129, 229, 102, 204, 200 C. തൽക്കാലം 24, 200 C സെലക്ട് ചെയ്ത് നോക്കാം. പിയിൽ 24, 300 സെലക്ട് ചെയ്ത് നോക്കാം. ബാക്കി ആ സമയത്ത് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. വേണ്ട, അല്ലെങ്കിൽ
14150 ആൾക്കാർ സ്ട്രൈക്ക് സെല്ല് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. 14100 സി നോക്കാം കേട്ടോ. 14100 സി നോക്കുന്നതാണ് ബെറ്റർ. 14100 സിയും 24300 പിയും നമുക്ക് നോക്കാം. പി 300 തന്നെയാണ് ഓൾറെഡി കിടക്കുന്നത്. 5 മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ സിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ RSI അനുകൂലമായിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അത് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 147, 155, 187, 205, 216, 234 ഇതൊക്കെയാണ് ടാർഗറ്റുകൾ. ഇതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. 147, 155, 160, 187, പിന്നെ ഒരു അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട്. ഏകദേശം ഒരു 192, പിന്നെ 205, 215. പിയിലാണെങ്കിൽ നിലവിൽ മാർക്കറ്റ് നല്ല ഡൗണിലേക്കാണ് പോണത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും താഴത്തുനിന്ന് റിവേഴ്സ് വരുമ്പോഴുള്ള ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയണത് 142, 160, 190, 220, 280 ഒക്കെയാണ്. 5 മിനിറ്റിൽ RSI എന്തായാലും പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. സി എന്തായാലും RSI ഡൗൺ സൈഡിലേക്കുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പിയിലാണ് ഈ ആവറേജിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ പിയിലാണ് കൂടുതലും ആദ്യമേ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് എടുത്തിടുവാണെങ്കിൽ പി ആയിരിക്കും എടുത്തിടാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. 9:14 മാർക്കറ്റ് എന്തായാലും 10 മിനിറ്റ് അനലൈസും ഇൻട്രൊഡക്ഷനായിട്ട് തന്നെ പോയി. 18 സെക്കൻഡ് കൂടെ ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും പിയിൽ ഒരെണ്ണം എടുത്തവിടെ ഇടാം. ഇവിടെ കിടക്കട്ടെ. പിയിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് ഒരു സേഫായിട്ടുള്ള സോൺ എന്ന് പറഞ്ഞാൽ 150 ബ്രേക്ക് ചെയ്താലാണ് പിയിൽ 140, 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 170ലേക്കോ 195ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ സിയിൽ ഇതിപ്പോൾ ആവറേജിങ്ങിന് വേണ്ടി ഞാൻ ചെയ്തിട്ടേക്കുന്നതാണ്. സിയിൽ ഒരു സേഫ് മൂവ്മെൻ്റ് എന്ന് പറയണത് 191 ബ്രേക്ക് ചെയ്താൽ 200ലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് സിയിലുള്ളത്. അപ്പോൾ അവിടെ ഒരു ബൈ ചെയ്തിട്ട്, ഒരു ലോട്ട് ബൈ ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്തിടാം. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. സിയിൽ ഉള്ള മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 178 നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. 160ക്ക് താഴത്തോട്ട് പോയാൽ സി ഡൗൺ ആണ്. $192 ബ്രേക്ക് ചെയ്താൽ സി 200ലേക്ക്, 215ലേക്ക്, 234ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമുക്കത് 2 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. സിയിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് മൂവ്മെൻറ്റ് നിൽക്കുന്നത്.
ഇവിടെ 195 ഒക്കെ ടച്ച് ചെയ്യാനായിട്ട് സിയിൽ നിൽപ്പുണ്ട്. ഇവിടെ RSIയുടെ ഒരു ക്രോസ് ഓവർ വരാതെ നമുക്ക് കൂടുതലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവറേജിങ് പൊസിഷന് വേണ്ടി ഒരെണ്ണം എന്തായാലും എടുത്തിടും. ഞാൻ പറഞ്ഞു ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് സിസ്റ്റം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിയിൽ സേഫായിട്ടുള്ളൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 142 ബ്രേക്ക് ചെയ്ത 150ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടും. സിയിൽ നല്ല രീതിയിലൊന്ന് മൂവ് ചെയ്ത് കിട്ടണം. ഒരു ഇത്തിരി സ്പേസ് കിടപ്പുണ്ട്, പിന്നെ റിസ്ക് ആണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഒരു സ്പേസ് ഇപ്പോൾ ടച്ചിങ് സ്പേസ് ആയിട്ട് കിടക്കുന്നത് ഒരു 180 മുതൽ 188 195 വരെയാണ് കിടക്കുന്നത്. ഇത് കൺസോൾട്ടേഷൻ സോണാണ്. സിയിൽ 178 ബ്രേക്ക് ചെയ്താൽ പിന്നെ സ്റ്റോപ്പ് ലോസ് 172 ആണ് ഇടേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് ഡൈവർജൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. SMA താഴത്താണ്, അങ്ങോട്ട് കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യാനായിട്ട് വരണം. വളരെ സേഫായിട്ടുള്ളൊരു സോൺ എന്ന് പറയുന്നത് ഇതാണ്. 142 ബ്രേക്ക് ചെയ്താൽ 180ലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് ഒരു സേഫായിട്ടുള്ള സ്പേസ് ആയിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് ഈ 118ലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കേണ്ടതുള്ളൂ. 700 രൂപ വരെ മൈനസിലേക്ക് പോയതാണ്. രണ്ടും ഇപ്പം നമുക്ക് ഒരു ട്രേഡ് എടുത്തിട്ട് അത് ലോസിലേക്ക് പോകുന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഉടനെ സിയും കൂടെ എടുത്തിട്ട് ഹെഡ്ജ് ചെയ്യാം. അപ്പം നമുക്കൊരു കൺഫ്യൂഷനാണ്, മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് സിയും പിയും എടുത്ത് വിടാം. എടുത്തേ മതിയാവൂ എന്നുള്ളൊരു തീരുമാനമുള്ളവർക്കാണെങ്കിൽ സിയും പിയും ഒരുമിച്ച് എടുത്തിടാം. പിന്നെ ഒരു ഡയറക്ഷൻ വരുമ്പോഴത്തേക്കും ആവറേജ് ചെയ്ത് അതിനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ 190 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്, സിയിൽ 190 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ SMA ഇവിടെ പിയിൽ മുകളിലാണ്, ഇവിടെ താഴെയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു കറക്ഷൻ കുറച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷനായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് 178 180 ബ്രേക്ക് ചെയ്താൽ ഒരു 190ലേക്കോ 192ലേക്കോ ഈവൻ 204ലേക്കോ ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്ത് മാറിക്കഴിഞ്ഞാലും വിഷയമില്ല. ആ പ്രോഫിറ്റ് ഇവിടുത്തെ ലോസിലേക്ക് മേക്ക് ഓവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കാരണം 2 മിനിറ്റിൽ RSI സി സൈഡാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞാൽ ഹെഡ്ജ് ചെയ്തിടാം എന്നുള്ളൊരു തീരുമാനം വന്നത്. ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്തായാലും 185ലേക്കൊക്കെ പോകണം. സി 185ലേക്ക് പോയിട്ട് 185 ബ്രേക്ക് ചെയ്താൽ പിന്നെ 195ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഓക്കെ, 185ലേക്ക് സി മൂവ് ചെയ്ത്, കാരണം 2 മിനിറ്റിൽ RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് സിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് അവിടെ നിന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 192 195 വരെയൊക്കെ മാർക്കറ്റ് വരാം. 190 191 195, അപ്പോൾ 197 198 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 198 199 ഇതൊന്ന് നമുക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കാം, കുറച്ചും കൂടെ ചാൻസ് ഉണ്ടോ
എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. $205 വരെ ചാൻസ് കിടപ്പുണ്ട്. അപ്പം അത് നമ്മൾ കാര്യമാക്കി എടുക്കണ്ട. RSI ക്രോസ് ഓവർ ആവുന്നവരെ 2 മിനിറ്റിൽ ചാൻസ് ഉള്ളതാണ്. അത് സേഫ് ആയിട്ടുള്ള പൊസിഷൻ. മറ്റേത് ഹെഡ്ജിങ് പൊസിഷൻ, അത് ലോസ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ നമ്മൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്തത് സിയിൽ തന്നെയാണ്. സിയിൽ ഇനി അടുത്ത ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 205 എന്ന് പറയുമ്പോൾ ഒരു 204 ഒക്കെ ഒരു റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. $205 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ 215 മാർക്കറ്റ് പോകത്തുള്ളൂ. RSI ഇത് ക്രോസ് ഓവർ ആവുന്നവരെ സി സൈഡ് തന്നെയാണ് മാർക്കറ്റ്. ഇപ്പോൾ 200 ടിപ്പ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 199.70 ആണ്. 200 ബ്രേക്ക് ചെയ്താൽ പിന്നെയും പോകേണ്ടി വരും. അവിടെ മിച്ചം ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. 200 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 210 ആണ്. $196 200 ബ്രേക്ക് ചെയ്താൽ പിന്നെയും കുറച്ചും കൂടെ മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു 199 197 നമുക്കിനി RSI ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. 197 200 ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എൻട്രി പറഞ്ഞത് 180 180 എന്നുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും ഓൾറെഡി ഒരു 20 പോയിൻറ്റ്സ് രാവിലെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് വാതിൽ തുറന്നാൽ പിന്നെ മാർക്കറ്റിന് മുകളിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ 198 വരെ പോയിട്ടുള്ളൂ. ഇത് 199.70 ഇത് 200ൻ്റെ പറ്റേ വരെ പോയിട്ടുള്ളൂ. അതാണ് 1 പോയിൻ്റ് 2 പോയിൻ്റൊക്കെ നമ്മൾ ഒരു ബഫറിങ് സോണായിട്ട് ഇടണമെന്ന് പറയുന്നതിൻ്റെ റീസൺ. ഇവിടെ ഒരു മടക്കാണ്. കൺസോൾട്ടേഷൻ സോണാണ്. ഇനി അങ്ങോട്ടും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. പക്ഷേ 24,330 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ നിൽപ്പുണ്ട്. പിന്നെ ഇനി ഈ കൺസോൾട്ടേഷൻ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ മൂവ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി മുകളിലേക്കും, ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് SMA ഗ്യാപ്പ് ഫില്ലിങ്ങിനും വേണ്ടി താഴത്തോട്ട് വരും. ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അവിടെ വലിയ
പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് 400 പോയിന്റ് വരെ എടുത്തതാണ്. ഇത് സിംഗിൾ ലോട്ടാണ്. നമ്മളിവിടെ വേറെ പൊസിഷൻ ഉണ്ട്, അത് ഓൾറെഡി ലോക്ക് ചെയ്തതാണ്. ഇത് 134 ഒരു 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 148ലേക്കോ 150ലേക്കോ മൂവ് ചെയ്യും. ഇതൊരു സപ്പോർട്ടിംഗ് സോണിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. ആ സപ്പോർട്ട് അവിടെ എടുത്തപ്പോൾ ഇവിടെ 134ൽ ഈസി ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് 142ലേക്കും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 150ലേക്കും 150 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 169ലേക്കും പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. ഇനി 200 ബ്രേക്ക് ചെയ്താലാണ് ഇവിടെ 215ലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 200 ബ്രേക്ക് ചെയ്താൽ 215ലേക്ക് ഒരു 15 പോയിൻ്റ് കിട്ടും. ഇവിടെ 135 ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 142ലേക്കോ 150ലേക്കോ കിട്ടും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ ഇത് എക്സിറ്റ് ആയാലും ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ 500 റുപ്പീസ് പ്രോഫിറ്റബിൾ ആണ്. അപ്പം അത് കോസ്റ്റ് ടു കോസ്റ്റിലാണ് നമ്മൾ ഇറങ്ങിയത് കണ്ടത്. ആ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും ഇത് ഓൾറെഡി 145 വരുമ്പോൾ ഇതും കോസ്റ്റ് ടു കോസ്റ്റാണ്. അത് ഇറങ്ങിയാലും വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് ആ 500ൽ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ 400ൽ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയേനെ. അപ്പോൾ നമ്മൾ പേടിച്ചിരുന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കണം. അത് ഹോൾഡ് ചെയ്യണം പേടിയില്ലാതെ. അല്ലെങ്കിൽ ലോസ് കാണുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോയത് കൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും നേടാനില്ല. നമുക്ക് ലോസ് വരും എന്നുള്ളത് മാത്രമേ കാര്യങ്ങളുള്ളൂ. അതിങ്ങനെ ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മൾ പറഞ്ഞത് 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 142ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം. അപ്പോൾ അവിടുത്തെ ബ്ലൂ ലൈൻ എടുത്ത് മാറ്റാം. ഞാൻ ബ്ലൂ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഹിറ്റ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു ശാപമുണ്ട്. അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് 145ലേക്ക് പോയേനെ. 131.25 ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതതിൻ്റെ ഇടയ്ക്ക് അത് പറയാൻ വിട്ടുപോയി. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫേക്ക് അപ്പ് ഉണ്ടായിട്ടൊരു ഡൗൺ ഉണ്ടായതിൻ്റെ റീസൺ. നമ്മൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റി വെക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഹൈ എത്ര ഉണ്ടായി? 242 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മൾ 142 പറഞ്ഞത്. 35ഉം 7 പോയിൻ്റാണ് നമ്മൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ പറഞ്ഞത്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 145ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയ നമ്മൾ ഓൾറെഡി എവിടെയാ 148ലാണ് നമ്മൾ ആദ്യം ഒരു എൻട്രി എടുത്തത്. അതാണ് ഇപ്പോൾ ഈ കണ്ട ലോസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളിനി അത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഒരു 110 105ലെ നമ്മൾ ആവറേജ് ചെയ്യുള്ളൂ, അല്ലാതെ നമ്മളത് ആവറേജ് ചെയ്യത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഈ ഒരു മഞ്ഞ ലൈനിലേക്ക് മുട്ടുമ്പോഴായിരിക്കും. ഇവിടെ 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 188 90 ബ്രേക്ക് ചെയ്താൽ 95ലേക്ക് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാം. ആ ഒരു 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 215ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം ഈ ഒരു ക്രോസ് ഓവർ റെഡിലേക്ക് കയറുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഒപ്പത്തിനൊപ്പം താഴത്തേക്ക് പോരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഹൈ വോളിയത്തോട് കൂടിയിട്ടുള്ള ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഇവിടെ 195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200ലേക്കുള്ളൊരു കൺഫേം 5 പോയിൻ്റ് എന്തായാലും കിട്ടും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 205ലേക്ക്
പിയിൽ 110 107 ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാം. പിന്നെ നമ്മൾ ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 54ലേക്കോ 33ലേക്കോ വന്നാൽ മാത്രമാണ് പിന്നെ നമ്മൾ ആവറേജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പിയിലേക്കൊരു നല്ല മൂവ്മെൻറ്റിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ ഏത് നിമിഷം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ പോയിൻ്റാണ് നമുക്ക് 195 to 200 25 ആയിട്ട് കിട്ടാനായിട്ട് ചാൻസസ് ഉള്ളത്. ചാൻസസ് ആണ്, അവിടെ എന്തും സംഭവിക്കും. ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് പി സൈഡിലേക്ക് ഡൈവർജൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് 203 വരെ പോയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്താണ് 206 മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ 215 വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 104ലേക്ക് മാർക്കറ്റ് ഡൗൺ ആയത് കാരണം 104 ഇവിടെ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 215 ആണ്. നമ്മൾ 205ലാണ് ഇപ്പം നിൽക്കുന്നത്. അത് ആ 205ൽ ലോക്ക് ചെയ്ത് വെക്കുക. അത് 205ൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുക. അതെന്തുകൊണ്ടാണ് 215 ഇട്ട് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടക്ക് ഈ ടിപ്പ് കളിക്കണം എന്താണെന്ന് വെച്ചാൽ 211ലാണ് ഇപ്പോൾ മാർക്കറ്റ് കളിക്കുന്നത്. മാർക്കറ്റ് 214 വരെ പോയിട്ടുണ്ട്. അടുത്ത 215 ആണ്. 215 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 234ലേക്കായിരിക്കും മാർക്കറ്റ് പോകണം. അപ്പോൾ 215 നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ലോസ് ആണെങ്കിലും ഇപ്പുറത്ത് കുറച്ച് ലോഡ് സൈസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ ലോസ് ഇപ്പുറത്ത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാം. അല്ലാതെ നമ്മൾ ഈ ഉള്ള ഫണ്ട് മുഴുവൻ ഒരു പിയിൽ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് സിയിലുള്ള മൂവ്മെൻറ്റ് ചുമ്മാ നോക്കിയിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതായത് അടുത്ത ഡെസ്റ്റിനേഷൻ 234 ആണ്. സിയുടെ ഡെസ്റ്റിനേഷൻ 234 ആണ്. 221 ആയിട്ടുണ്ട്. ഒരു 10 പോയിൻറ്റും കൂടെ മൂവ് ചെയ്താൽ, അപ്പോൾ അതിൽ നമുക്ക് 50 മിനിറ്റ്സിൻ്റെ ഒന്ന് നോക്കണം. 50 മിനിറ്റ്സിൽ ഡോജി ക്യാനിലാണ്. RSI സിക്ക് അനുകൂലമാണ്. ഇവിടെ നിന്നൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 234 വരെയും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ ഡീറ്റെയിൽ അനലൈസ് ചെയ്ത് നമ്മൾ നോക്കണം. 222 224 ഒരു 10 പോയിൻറ്റും കൂടെ കയറിയാൽ 234ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു 3 ലോട്ട് അപ്പുറത്തെടുത്ത് ബ്രേക്കൗട്ടിൽ നമ്മൾ കൺഫേം ആയിട്ട് പറഞ്ഞാണ് ഒരു ബ്രേക്കൗട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 1223 എന്നുള്ള ആ ലോസ് നമുക്ക് അതിൻ്റെ ഒരു 3 ലോട്ട് അപ്പുറത്തെടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോൾ 224 ആയി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 234 അപ്പോൾ അതൊരു 220ലോ 215ലോ ഒക്കെ ലോക്ക് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് അവിടെ വെച്ചേക്കുക. കയറുന്നതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇപ്പോൾ 220ലേക്ക് ട്രെയിൽ ചെയ്യാം. 228 ആയിട്ടുണ്ട്, 229 ആയിട്ടുണ്ട്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ 234 ആവും. 228 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് 230 വരെ പോയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇട്ട സ്റ്റോപ്പ് ലോസ് കയറ്റി നമുക്ക് കൊണ്ടുപോകണം. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രഗിൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 230 225 ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത ഏരിയസാണ്. ടു 225ൽ ലോക്ക് ചെയ്താലും കുഴപ്പമില്ല. 230 വരെ ഒരു ടിപ്പേ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ 234ലേക്ക് പെട്ടെന്നൊരു ടിപ്പായിരിക്കും ചിലപ്പോൾ 234ലേക്ക് അടിക്കണേ. 220 വളരെ സേഫാണ്. 10 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 200 മുതൽ 230 പോയിൻ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. $230 വളരെ സേഫായിട്ടുള്ളൊരു പൊസിഷനാണ്. നെക്സ്റ്റ് ക്യാൻഡിലിൽ
സ്ട്രഗിൾ വരും. ഇപ്പോൾ ഇവിടെയുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഹൈ ഡെൽറ്റ വാല്യൂവിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. ഹൈ ഡെൽറ്റ വാല്യൂവിൽ ക്യാൻഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പ്രൈസിനും ലെങ്ത്ത് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായാൽ, ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിനെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ താഴത്തോട്ട് വരും. ഇപ്പം നമുക്ക് ഇപ്പോൾ പിയിൽ ലോസ് ആണെന്നും വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 5 ലോട്ട് എടുക്കാനുള്ള ഫണ്ടേ ഉള്ളൂ. ആ 5 ലോട്ട് മുഴുവൻ കൂടെ പിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സിയിൽ വരുന്ന ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് മിസ്സായിപ്പോവും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ അത് ഡോജി ക്യാൻഡിലാണ്. ആ ഡോജി ക്യാൻഡിലിന് ഒപ്പത്തിന് ഇപ്പം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണും, ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 234 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, 233, 235. അപ്പോൾ 235 നമ്മൾ ആദ്യമേ വരച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന 235 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് എക്സ്പാൻഷൻ ചെയ്യാം. അവിടെ നമുക്കൊരു 2 ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ അടുത്ത ക്യാൻഡിലിൻ്റെ കൂടെ അതായത് ഈ ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിം ഒന്ന് ക്ലോസ് ആവണം. ഈ ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിം ഒന്ന് ക്ലോസ് ആയാലേ നമുക്കതിനൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഫ്യൂച്ചർ ചാർട്ടിൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് 24,365 ആയിട്ടുണ്ട്. 24,400 നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ. അതായത് ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമ്മളൊരു അപ്പ് പ്രതീക്ഷിച്ചത്. അങ്ങോട്ടുള്ള അപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യാം. ഡൗൺ സൈഡിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഒരു 2 ലോട്ട് ഇട്ട് അങ്ങ് ആവറേജ് ചെയ്യാം. പിയിൽ 2 ലോട്ട് ഇട്ട് അങ്ങ് ആവറേജ് ചെയ്തു. ആവറേജ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് 178 മറ്റോ ആണ്. ആ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തത് ഇപ്പം എന്തായി, മൂവ് ചെയ്ത് കയറുന്നുണ്ട്. മറ്റേത് നമ്മൾ 134 നമ്മൾ ഓൾറെഡി അത് എക്സിറ്റ് ആയിട്ടുണ്ട്. 134 നമ്മൾ ഓൾറെഡി എക്സിറ്റായി. നമ്മൾ 200 തൊട്ട് 205, 198, 200 തൊട്ടാണ് നമ്മൾ 134 മൂവ്മെൻ്റ് എടുത്തത്. അത് ഇപ്പം ഇപ്പുറത്തേൽ ലോസ് വന്നാലും നമുക്ക് വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ലോട്ട് സൈസ് കൂട്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെൻ്റ് എടുത്തത്. അപ്പോൾ അപ്പോഴത്തെ ലോസിൻ്റെ ഇരട്ടി നമുക്ക് ഇപ്പുറത്ത് കിട്ടിയേക്കുന്നത് കാരണം നമുക്കതൊരു ലോസ് അല്ല. ഇപ്പോൾ 1952 നന്നായിട്ട് കയറി പോകുന്നുണ്ട്. 24375 ഇപ്പോൾ നിൽക്കുന്നത്. അത് മാക്സിമം പോയാലും 24402 വരെയൊക്കെ പോകത്തുള്ളൂ. 5 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്, 2 മിനിറ്റിലും. ഇനി ഏത് നിമിഷം ഒരു ഡംപ് കുറച്ച് വരണം. പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും നടക്കണം. $34 എന്ന് പറയുമ്പോൾ 34 പോയിൻ്റ് ഇൻറ്റു 25, 850 ഇൻറ്റു 3, 2550. $95 ഒരു റിജക്ഷൻ ഏരിയ ആണ്. ആ 95-ന് എബോവ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 103 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. സമയം 39 മിനിറ്റ്. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ ഒരു റിജക്ഷൻ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100.61 ആണ്. ആ 100.61 ഇപ്പോൾ ഈവൻ നമ്മളവിടെ ഇത് 3 ലോട്ട് ഇറങ്ങാം,
അല്ലെങ്കിൽ 2 ലോട്ട് അവിടെ നമുക്ക് ഇറക്കാം. അങ്ങനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലോസിൻ്റെ ആ ഒരു കാർഡിനെ നമുക്ക് കുറക്കാൻ പറ്റും. നമ്മുടെ മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തരക്കേടില്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈവൻ ഈ ഭാഗത്ത് ഇപ്പം നമ്മൾ എക്സിറ്റ് ചെയ്താലും മറ്റേ സി എടുത്ത പ്രോഫിറ്റിൻ്റെ ബേസിൽ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മണി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന ഫണ്ടിന് മുഴുവൻ പോയി നമ്മൾ ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് ഒരു സപ്പോർട്ടിംഗ് സോണിലേക്ക് റീടെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. ഇതൊരു സപ്പോർട്ടിംഗ് സോണാണ്. അപ്പോൾ ഇത് ഡൗണിലേക്ക് നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24331 24326 മാർക്കറ്റ് ഡംപ് ആവണം. മിനിറ്റ്സിൽ അടുത്ത 2-3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,404 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് തിരിച്ച് ഡൗൺ ആയാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോരും. മിനിറ്റിലാണെങ്കിലും ഈ ക്യാൻഡിൽ ഇവിടെ നിൽക്കണം. ഒരു ഈവനിങ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ഇതൊരു ഈവനിങ് സ്റ്റാർ പോലെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ നേരെ ഡൗണിലേക്ക് പോരണം. അത് SMA പോരണം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോരണം. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,402 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ 99.62 ആദ്യത്തെ ഒരു റിജക്ഷൻ പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയാലും നമുക്ക് നഷ്ടങ്ങളില്ല. കാരണം ആവറേജ് ചെയ്ത് ഓൾറെഡി ഇത്രയും ലോസ് കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം സിയിൽ 34 പോയിൻ്റ് കിട്ടിയത് ആവറേജ് ചെയ്ത് നോക്കിയാലും നമുക്ക് നിലവിൽ ലോസ് കാര്യമായിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. 24,339 മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ 2 ഗ്രീൻ ഡോജി ക്യാൻഡിൽ. അപ്പോൾ ഫാൻസി ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ അടുത്തൊരു റെഡ് 24,315 വരേണ്ടതാണ്. ഇത് ഒരു സപ്പോർട്ടിങ് സോണുമാണ്. പക്ഷേ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഡോജി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ആ മൂവ് അടുത്ത ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അതായത് 24,376 മുതൽ നമ്മൾ പറഞ്ഞ 24,402 എന്നുള്ള ആ ഫൈനൽ ലെവലിലേക്കാണ് അടുത്ത മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അത് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നിലവിൽ 24,339 എന്നുള്ള ഈ ഒരു റെഡ് ഡോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിയിലേക്കുള്ള അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ 98.58 ആണ്. ഈ 98.58 ഈവൻ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയാലും നമുക്ക് പ്രോഫിറ്റബിളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ആ 98.56 ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 102 മാർക്കറ്റ് എത്തത്തുള്ളൂ. ഞാൻ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യണത്. അഥവാ ഞാനിനി ഇത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ 56 ഞാനിനി ഇത് ആവറേജ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ 56 ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്നത് 111 ആ 111 എന്നുള്ളത് നേരെ 50 ഒരു അതിൻ്റെ പകുതി, അതായത് 83 ഭാഗത്തേക്ക് ആ പ്രൈസ് വരും. ആ 83 ഭാഗത്തേക്ക് പ്രൈസ് വരുമ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് മാർക്കറ്റ് പോയാലും തിരിച്ചു വന്ന് റീടെസ്റ്റ് അടിക്കുന്ന ഏരിയ ആകുമ്പോൾ അവിടെ വേണമെങ്കിൽ എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 98.50 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയാലും എന്നെ സംബന്ധിച്ച് സേഫാണ്. അതല്ല 101 ഇറങ്ങിയാലും സേഫാണ്. വളരെ പക്കയായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
ഇനി 80 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സാധനം 54 വരും. ഇവിടെയുള്ളൊരു സ്പേസ് എന്ന് വെച്ചാൽ 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 36 ഒരു 6 പോയിൻറ്റും 236.10 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 245 251 മാർക്കറ്റ് മൂവ് ചെയ്യാം. അങ്ങനെയാണ് നിലവിൽ കണ്ടീഷൻ നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ താഴത്തോട്ട് ലോസ് ആവുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ലോട്ട് ഇട്ടിട്ട് ഇവിടെ പ്രോഫിറ്റ് എടുത്തിട്ട് കുറച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം പറയാൻ പറ്റാത്തതല്ല, 5 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്. ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാവുന്ന സിറ്റുവേഷനിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കണ്ണടച്ചു തുറക്കുമ്പോൾ സാധനം 108 125 മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് പിയിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നിലവിലുണ്ട്. പക്ക ആ കൺസോൾട്ടേഷനാണ്. അതേപോലെ 15 മിനിറ്റ്സിൽ RSI ഒരു മടക്ക് വന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. 30 മിനിറ്റിലും ബ്രേക്ക് ഔട്ട് ആകാതെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. 30 മിനിറ്റിൽ RSI അപ്പർ സൈഡാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെറിയൊരു റെഡിലൊക്കെ വരാനായിട്ടുള്ള ചാൻസിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. 5 മിനിറ്റ്സിലും RSI താഴത്തോട്ടാണ്. ഇത് ക്രോസ് ഓവർ ആവാതെ സിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും 24,370 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 24,400 മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. സിയിൽ 213.55 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതൊന്നും ബ്രേക്ക് ചെയ്ത് വരാതെ നമുക്കൊന്നും പറയാനും പറ്റില്ല. പിയിലാണെങ്കിൽ നിലവിൽ ആ ഒരു യെല്ലോ ലൈൻ നിൽപ്പുണ്ട്. അത് 93.36 ആണ്. അപ്പോൾ 93.36 മുട്ടിക്കഴിഞ്ഞാൽ 1500 ആണ് നിലവിൽ കാണുന്ന ലോസ്. അതൊരു 1000 വരെയൊക്കെ വന്നതാണ്. നമ്മളത് ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത് പലതവണ 1000 വരെയൊക്കെ ലോസ് വന്നതാണ്. അപ്പോൾ 1000 ഇറങ്ങണമെങ്കിൽ ഇറങ്ങാമായിരുന്നു. ഞാനൊന്നും കൂടെ ആവറേജ് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ ആവറേജ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്. ഒരു 2500 വരെ ലോസ് വന്നാലും വലിയ വിഷയങ്ങളൊന്നും നമുക്കില്ലാത്ത രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം സിയിൽ 10-30 പോയിൻ്റ് ഓൾറെഡി കിട്ടിയത് കാരണം ഇതിൽ 2500 വന്നാലേ ടാലി ആവത്തുള്ളൂ, കോസ്റ്റ് ടു കോസ്റ്റ് ആവത്തുള്ളൂ. അപ്പം അത് 93.39 എന്തായാലും ടച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഈ യെല്ലോ ലൈൻ എന്തായാലും ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ടച്ച് ചെയ്യാതെ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ സ്റ്റാർട്ട് ആവില്ല. 93.39. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ കണ്ടിന്യൂഷൻ ഒരു അപ്സൈഡ് പോകും. അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ 120 മാർക്കറ്റ് മൂവ് ചെയ്യാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. 5 മിനിറ്റിലും RSI താഴത്തോട്ടാണ്. എന്തുകൊണ്ടാണ് അവിടെ സ്റ്റേബിളായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ്. അതുകൊണ്ടാണ് 5 മിനിറ്റിൽ ടേപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു നല്ല ഫാൾ വന്നാൽ മാർക്കറ്റ് ഈ ഒരു SMA ആ ഭാഗത്തേക്കൊക്കെ ഫാൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സേഫായിട്ടുള്ള സോൺ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 24,370 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു അപ്പുള്ളൂ. 24,310 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഒരു ഡൗണും മാർക്കറ്റിലുള്ളൂ. അതിനകത്ത് നിൽക്കുന്ന അത്രയും സമയം കൺസോൾട്ടേഷൻ, അവിടെ സ്കാൽപ്പിങ് 2 പോയിൻ്റ് 3 പോയിൻ്റൊക്കെ എടുക്കലേ നടക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും ഈ ബോക്സിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോയുടെ ആദ്യ സമയത്ത് പറഞ്ഞത്, ഒരു ഗ്യാപ്പ് അപ്പ് കണ്ടിന്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ സോൺ ആയിരിക്കും 23, 24, 350 ആ ഭാഗം. അതിനുശേഷം ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് 24,400 അല്ലെങ്കിൽ ഡൗണിലേക്ക് പോകുന്നുള്ളത് 9:10 ആയപ്പോൾ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എനിവേ മാർക്കറ്റ് 89.93 തൊട്ട് ടച്ച് ചെയ്യണമില്ല, അവിടെ ബ്രേക്ക് ചെയ്യണമില്ല, താഴത്തോട്ട് വരുന്നുമില്ല. ഈ മഞ്ഞ വര ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകും. എനിവേ സിയിലേക്കോ പിയിലേക്കോ മാർക്കറ്റ് പോകും. അപ്പോൾ ഈ 93.36 ഇറങ്ങിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞവരയിൽ മുട്ടുമ്പോൾ ഏത് ലോസാണോ അതിലിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങിയാലും നമുക്കൊരു 1000 റുപ്പീസ് ഓൾ ഓവർ പ്രോഫിറ്റാണ്. ഇപ്പം ഇറങ്ങിയാലും പ്രോഫിറ്റാണ്. പക്ഷേ ഞാനത് ഉദ്ദേശിക്കുന്നത് എന്താണ് താഴത്തോട്ട് പോയാൽ ആവറേജ് ചെയ്താൽ വീണ്ടും സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ എനിക്കിത് 54ലേക്കോ അല്ലെങ്കിൽ 31ലേക്കോ പോകുമ്പോൾ എനിക്കിത് ആവറേജ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് ഒന്നെങ്കിൽ എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ആയിട്ടുള്ള 107 ഭാഗത്തോ അല്ലെങ്കിൽ 120 ഭാഗത്തോ മാർക്കറ്റ് എത്തണം. അതിനപ്പുറത്തേക്കൊരു തീരുമാനം എന്തായാലും നമുക്കില്ല, എനിക്കില്ല. 50 മിനിറ്റായി, 1.5 മണിക്കൂറായാലും ശരി, അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പം നമ്മൾ 93 എന്നുള്ള ആ ഒരു ലെവലിൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇറങ്ങിയാലും വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഉദ്ദേശം അവിടെ നിന്ന് മൂവ് ചെയ്ത് മേളത്തെ വൈറ്റ് ഡോട്ട് അവിടെ സേഫായിട്ടുള്ള ഒരു എക്സിറ്റ് സോണാണ്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 107, 120ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 1000 ഇറങ്ങിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മാർക്കറ്റ് അവിടെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്ത് താഴത്തോട്ട് വന്നു. ഇനി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 190ലേക്കായിരിക്കും ഫാളാവുന്നത്. അതേപോലെ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ അലർട്ടായിട്ടിരിക്കാനുള്ള ആ ഒരു സിഗ്നലാണ് ആ തരുന്നത്. ഇപ്പോൾ ആ റെഡ് ക്യാൻഡിൽ നേരെ താഴത്തോട്ട് വന്നു, വീണ്ടും കൺസോൾട്ടേഷൻ. ഈ റെഡ് ക്യാൻഡിൽ ഇപ്പോൾ 15 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവറാണ് നിലവിൽ നിൽക്കുന്നത്. ഇത് കൺസോൾട്ടേഷൻ സോണാണ് ഇപ്പോൾ ഈ 24,337 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ടിന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,310 ഇട്ടായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത്. നേരെ മറിച്ച് ഈ ഒരു റെഡ് ലൈനിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 24,360ലേക്കായിരിക്കും അപ്പാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ സോണാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോവാതെ എന്തായാലും ഒരു ലോങ് ഹോൾഡൊന്നും എന്തായാലും നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കേസ് കൺസോൾട്ടേഷൻ സോണാണ്. ഈ ഒരു യെല്ലോ ലൈൻ വരുന്നത് വരെ ഇതിങ്ങനെ കിടന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് പുറത്തിറങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ. വലിയ പോയിൻ്റൊക്കെ എടുത്തിട്ട് ഹോൾഡ്, ഇവിടെ സെല്ലേഴ്സിനാണ് ഇവിടെ ആധിപത്യം. അതായത് സിയും പിയും എടുത്തിട്ട് വെക്കുന്നവർക്ക്, സെല്ല് ചെയ്യുന്നവർക്ക് മെൽറ്റിങ് നല്ലപോലെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്താൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. 92 അല്ലെങ്കിൽ 90.57 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഫാളാണ്. അതർവൈസ് ഇത് ക്രോസ് ഓവർ ആകുന്നവരെ മാർക്കറ്റ് പിയിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അവസരങ്ങളുണ്ട് ഇറങ്ങാനായിട്ടുള്ളത്. പക്ഷെ നമ്മൾ 2 തീരുമാനം എടുത്തിട്ടുള്ളൂ. ഒന്നെങ്കിൽ എനിക്ക് ആവറേജ് ചെയ്യണം, അല്ലെങ്കിൽ 80 ഇറങ്ങിയാലും വലിയ നഷ്ടമില്ല, അല്ലെങ്കിൽ 2500 ലോസ് ആകുമ്പോൾ ഇറങ്ങിയാലും വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല. ഒന്നെങ്കിൽ 2500 ലോസ്, അല്ലാന്നുണ്ടെങ്കിൽ 107 120 ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ അത് ഹ്യൂജ് വോളിയത്തോട് കൂടിയിട്ടുള്ള ബ്രേക്കൗട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു 5 മിനിറ്റിൻ്റെ ആ മഞ്ഞലായി മുട്ടണം. ആ മഞ്ഞലായി മുട്ടിക്കഴിഞ്ഞാലാണ് മാർക്കറ്റിലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു റണ്ണ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അത് ഏത് രീതിയിലാണ്, ഏത് വിധത്തിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോഴും 1000 രൂപയെ ലോസ് ഉള്ളൂ. ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 107 അടുത്ത ടാർഗറ്റ് പ്രൈസ്. അപ്പോൾ ഏകദേശം 300 രൂപ ലോസിൽ ഇതൊരു ടാർഗറ്റ് പ്രൈസാണ്. ഇവിടെ വേണമെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തടി കേടാവാതെ നമുക്ക് രക്ഷപ്പെടാം. സിയിൽ കിട്ടിയ പ്രോഫിറ്റ് മിച്ചം ലാഭം. അപ്പോൾ അവിടെ ഒരു 177 രൂപ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ നമ്മൾ എക്സിറ്റായി. ഏകദേശം ഒരു 170-150 രൂപ അടുത്താണ് ആ ഏരിയ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 120ലേക്ക് പോവും. 185 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഡൗണിലേക്ക് ഫാളാവും.
അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ വരുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ ഹൈ വോളിയത്തോട് കൂടിയിട്ടുള്ള ആ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരാനുള്ളത്. ഇവിടെ ഓൾറെഡി എന്തായി, താഴത്തെ ലെവലിലേക്ക് മുട്ടി. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ സോൺ ആണെങ്കിൽ ഈ ഗ്രീൻ ലൈനിൽ മുട്ടി അറ്റ് എ ടൈമിലാണ് നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് വന്നത്. ഇതൊക്കെ ടാലിയായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ആവറേജ് ചെയ്യുന്ന പ്രൈസ്, ഇത് മുട്ടുന്ന ഏരിയാസ്, ഇതൊക്കെ നമുക്ക് ഈക്വലായിട്ട് വരുന്നതിൻ്റെ കാരണം നമ്മൾ എടുക്കുന്ന എൻട്രി അല്ലെങ്കിൽ നമ്മൾ ആവറേജ് ചെയ്യുന്ന എൻട്രി വളരെ പക്ക ആയതുകൊണ്ടും അതിൽ കോൺഫിഡൻറ്റോട് കൂടി, ഇത് ഞാൻ പറഞ്ഞു ഒരിക്കലും ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി ഹോൾഡ് ചെയ്യാനുള്ള മെൻ്റൽ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. വളരെ ലോസ് കുറഞ്ഞിട്ട് വരുന്ന ഒരു എൻട്രി ലെവലിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഓൾറെഡി എന്തായി 117 മാർക്കറ്റ് പോയി. ഞാനത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഹോൾഡ് ചെയ്ത് വെച്ചു. കാരണം അത് അവിടെ നിന്ന് മേളിലോട്ട് കയറി 120 ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു. നമ്മുടെ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ സങ്കടമോ പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. മാർക്കറ്റ് 120 റീച്ച് ചെയ്തു. അപ്പോൾ ഈ പേടി, നമ്മൾ എടുക്കുന്ന എൻട്രി കറക്റ്റാണ്, നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ലോസിൻ്റെ ഒരു റിവേഴ്സ് ഏരിയയിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. മാസീവായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എനിവേ 120 നമ്മൾ പറഞ്ഞ ടാർഗറ്റാണ് മാർക്കറ്റ് റീച്ച് ചെയ്തിരിക്കുന്നത്. 80 നിന്ന് ആവറേജിങ് പ്രൈസിൽ നിന്ന് 35-40 പോയിൻ്റ് ഇവിടെയും കിട്ടി, ഒരു 30 പോയിൻ്റ് സിയിലും കിട്ടി. ഓൾറെഡി 19 പോയിൻ്റ് അടുത്ത് ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണം, എവിടെ ഹോൾഡ് ചെയ്യണം, അതിനുള്ള മെൻറ്റാലിറ്റി എങ്ങനെ ഉണ്ടാക്കി എടുക്കണമെന്നുള്ളതാണ് ലൈവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ ട്രേഡർ ആവാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം, ഇപ്പോഴും ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഈ RSIയുടെ ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് പി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എനിവേ ഈ ഒരു ക്രോസ് ഓവർ വന്നു, അതനുസരിച്ചിട്ട് ഇനി താഴത്തോട്ട് മാർക്കറ്റ് പോരാം 15 മിനിറ്റ്സിൽ. അതെന്തോ ആയിക്കോട്ടെ, എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് ഇനി പൊക്കോട്ടെ. 120 ട്രിഗർ പ്രൈസ് ആണ്. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് എന്താ പറയണേ, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആർക്ക് വേണമെങ്കിലും ലൈവിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇങ്ങനൊരു മെൻറ്റർഷിപ്പാണ്, അത് നമുക്കൊരു ഹോൾഡ് ചെയ്യാനുള്ള പവർ നമുക്ക് ഒരുമിച്ച് ചെയ്താൽ കിട്ടും. അത് 120 വരെ പോകാനുണ്ട്, ഹൈ വോളിയം വരും. ഇതൊക്കെയാണ് നമ്മൾ ലൈവിൽ പറയുന്നത്. അല്ലാണ്ട് എടുത്തോ വിറ്റോ എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവ് റൂമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓൾ ദി ബെസ്റ്റ്.